ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ZN വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു റെസിപ്പി വീഡിയോ ആണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു തവണ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും നിങ്ങളിത് ഉണ്ടാക്കി നോക്കും. ഇത് അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് അരിപ്പൊടിയാണ്. ഇത് സാധാ അരിപ്പൊടിയല്ല, പച്ചരിപ്പൊടിയല്ല, നമ്മൾ ചോറ് വെക്കുന്ന അരി പൊടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അത് 2 കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സാധാ പത്തിരിപ്പൊടിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ പത്തിരിക്ക് കുഴയ്ക്കുന്നത് പോലെ നമ്മൾ വാട്ടിയിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ചോറ് വെക്കുന്ന അരി പൊടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാ വെള്ളമാണ്, നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ച് നമ്മളിതൊരു പുട്ടിന് കുഴക്കുന്ന രൂപത്തിൽ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇതിൽ ഞാൻ ടോട്ടൽ എടുത്ത വെള്ളത്തിൻ്റെ അളവ് ഞാനിത് കംപ്ലീറ്റ് കുഴച്ചെടുത്തതിന് ശേഷം പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മൾ പുട്ടിന് കുഴക്കുന്ന രൂപത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെടുത്ത വെള്ളം 2 കപ്പ് വെള്ളമാണ്. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷമാണ് ഇത് നല്ലപോലെ കുഴച്ചെടുക്കുന്നത്. മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമ്മൾ സാധാരണ പത്തിരിക്ക് കുഴക്കുന്നത് പോലെയല്ല, നല്ല സോഫ്റ്റായിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് മാറ്റി വെക്കാം. ഇതാ നമ്മളിനി ഫില്ലിംഗ് ആണ് റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചെമ്മീൻ എടുത്തിട്ടുള്ളത്. ചെമ്മീൻ 250 ഗ്രാം ചെമ്മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ ചെറിയ ചെമ്മീനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ചെറിയ ചെമ്മീനാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഫില്ലിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നല്ല ഹാർഡായി പോകരുത്. അതിൻ്റെ മുന്നേ തന്നെ നമുക്കിത് കോരി മാറ്റണം. ഇതാ ഇവിടെ ഒരു ബാച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സെക്കൻഡ് ബാച്ചും നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് സവാള എല്ലാം കട്ട് ചെയ്ത് വെക്കാനുണ്ട്, ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സവാള. അപ്പോൾ ഇത് 2 വലിയ സവാളയാണ് ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. കൂട്ടത്തിൽ റെഡിയാക്കി വെച്ചിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. ഇതൊരു 8 to 10 വെളുത്തുള്ളി ഉണ്ടാകും. വെളുത്തുള്ളിയുടെ അല്ലി അത് നമുക്ക് നല്ലപോലെ ചതച്ചെടുക്കണം. അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെമ്മീനും പൊരിച്ചെടുത്തിട്ടുണ്ട്. കോരി മാറ്റിയതിന് ശേഷം ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഓയിൽ എക്സ്ട്രാ ഒഴിക്കുന്നില്ല. ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ചതച്ചതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നത് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ സവാള കൂടി ഇട്ട് കൊടുക്കാം. ഈ സവാളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നത്. ഈ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒരു 2 to 3 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫില്ല് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ
നേരത്തെ തയ്യാറാക്കി വെച്ച മാവാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു പൂരിയുടെ സൈസിൽ നമ്മൾ പരത്തി എടുത്തതിന് ശേഷം അതിലാണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പരത്തി എടുക്കുന്നത് ഒരു ചപ്പാത്തിയുടെ സൈസിലെ ബോൾ എടുത്ത് ഇതുപോലെ ഒരു ബേക്കിംഗ് ഷീറ്റിലാണ് പരത്തുന്നത്. കൈ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി നമ്മുടെ ചെമ്മീൻ മസാല ഫില്ല് ചെയ്തെടുക്കണം. നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വെറ്റാവരുത്, ഡ്രൈ ആവുന്നത് വരെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് പുറത്തേക്ക് ലീക്കില്ലാതെ ഇത് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഈ പത്തിരിയുടെ സെൻറ്ററിൽ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പ്രസ് ചെയ്തിട്ടാണ് ഇത് സീൽ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് സീൽ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കൈ യൂസ് ചെയ്തിട്ട് നമുക്കിത് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ബാക്കിയെല്ലാം നമ്മൾ സീൽ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു 3 to 4 minutes വരെ നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കളറിന് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. കളറിന് ഒരു ലൈറ്റ് ചേഞ്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ കുറച്ച് ഹാർഡായിട്ടുണ്ടാകും. അപ്പോൾ ആ ടൈമിൽ നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതലും ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. ഞാനിത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരെണ്ണം മാത്രം ഇട്ടിട്ടൊന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് നമുക്ക് കോരി മാറ്റാം. നിങ്ങൾക്കിത് ഇനി സാധാരണ പത്തിരിപ്പൊടിയിൽ, അതായത് അരിപ്പൊടിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതും ട്രൈ ചെയ്യാം. ഇതേ മെത്തേഡ് തന്നെ ട്രൈ ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ പത്തിരി കുഴയ്ക്കുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ വേണം, നമ്മൾ വാട്ടി കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കണം. എന്നിട്ട് വേണം ഇത് ട്രൈ ചെയ്യാനും. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രൈ ചെയ്യാം. ചോറ് വെക്കുന്ന അരി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പച്ചരി യൂസ് ചെയ്തിട്ടോ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ റെസിപ്പി, ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.